ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിനൊരു 4 ശർക്കര തിളപ്പിച്ചാൽ വെച്ചിരിക്കണം. ഒരു അരക്കപ്പ് ഒരു കൊട്ടത്തേങ്ങ കേട്ടോ, അതിൻ്റെ അരമുറി എടുക്കുക കേട്ടോ. അത് മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ. മുറിച്ചങ്ങാണ്ട് ചെറിയ ചെറിയ കഷ്ണാക്കിങ്ങാണ്ട് അത് അതിൻ്റെ മുകളിൽ 1.5 നാഴി പച്ചരി വെള്ളത്തിൽ ഇട്ട് ഊറ്റിയതിട്ടോ വീസിയിട്ട് അടിക്കുക. 1/2 സ്പൂൺ ഉപ്പ് ഇടുക. അതേപോലെ ആക്കുക കേട്ടോ. ഒരു ശർക്കര വെള്ളം പാരുക കേട്ടോ. അതിൽ ജീരകം ഇട്ടിക്കണം ശർക്കരയിൽ കേട്ടോ. അതിനുള്ളിൽ ജീരകം ഇട്ടുക. അങ്ങനെ അടി ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. മുകളോടും കല്ലുണ്ടാവും, തരിക്കണം. ഇളക്കി കൊടുക്കട്ടെ. നല്ലോണം ഇളക്കി അതുപോലെ ആകുക കേട്ടോ. ഇതുപോലെ പാകത്തൊരു കട്ടി. അതിൽ ചെറിയ ജീരകം ഇടുക. എന്നിട്ട് ഇളക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് എള്ളിടുക കേട്ടോ. പിന്നെ തേങ്ങ വറുത്തുങ്ങാണ്ട് അങ്ങനെ കൊത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിങ്ങാണ്ട് അങ്ങനെ തേങ്ങ കൊത്തിട്ട് അതും ഇടുകയൊക്കെ ചെയ്യാം. ഞാൻ തേങ്ങ മിക്സിയിട്ട് അടിച്ചേക്കാണ്. ഇവിടെ മക്കൾക്ക് പറ്റൂല തേങ്ങ അങ്ങനെ ഒരു പൊറുക്കിയിടേക്കാൻ. അപ്പം അങ്ങനെ ചട്ടിയിൽ എണ്ണ വാർന്ന് ചൂടാക്കുക കേട്ടോ. നല്ലോണം ചൂടായിട്ട് നല്ല ഫുള്ളിൽ ഇതാക്കണം കേട്ടോ. നല്ല ചൂടാണ്. ഇങ്ങോട്ട് പാരുക. ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചങ്ങാണ്ടാണ് പാരുന്നത്. കുറേശ്ശെ ഒരു കുഴി നിറയരുത് കേട്ടോ. 3/4 കുഴിയൊക്കെയാണ് പാരുക. ക്ലാസ്സിൽ പറഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. പിന്നെ ഫോണും ക്ലാസ് എടുക്കൽ രണ്ടും പാടെ വയ്ക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോണിങ്ങനെ അളകണം കേട്ടോ. അങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്നിങ്ങനെ പൊന്തി വരും. അപ്പോൾ പൊട്ടണീൻ്റെ ഇടയ്ക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പൊന്തി വരുന്ന മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പൊന്തി വന്നിട്ടോളം മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഇങ്ങനെ വെള്ളമായി നിൽക്കും. പൊട്ടണീൻ്റെ ഇടയ്ക്ക് തന്നെ മറിച്ചിടണം കേട്ടോ. അവളൊക്കെ മറിച്ചിട്ട് ഫുള്ള് തന്നെ വേവിച്ചണം കേട്ടോ. സിമ്മിലാക്കിയൊന്നും ആക്കരുതേ. ഇപ്പം ഞാൻ ഗ്യാസുമ്മയാണ് ഇതാക്കുന്നത്. ഞാൻ കയ്യിലെടുത്തതാ. പിന്നെ അപ്പോൾ ചട്ടി വാകുറ്റ കേട്ടോ. കയ്യിലോണ്ട് വരുമ്പോൾ ആകുറ്റാണ്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് കൊണ്ട് തന്നെ പാരണോണ്ട് കേട്ടോ. ഞാൻ ഫോണ് പിടിച്ചാലും പാരലും ആയതുകൊണ്ടാണ് ഗ്ലാസ് കൊണ്ട് പാരാൻ വയ്ക്കില്ല. അപ്പം നിങ്ങൾ ഗ്ലാസ് കൊണ്ട് തന്നെ പാരണോണ്ട്. അപ്പോൾ വൃത്തിയായി കിട്ടും. അങ്ങനെ ആകുറ്റിയും കൊണ്ട് വെക്കില്ല കേട്ടോ. അപ്പോൾ തേങ്ങ അരക്കണ്ടോല് അരക്കല്ലെങ്കിൽ തേങ്ങ കൊത്തിട്ടാലും മതി. ഇവിടെ മക്കൾ അത് നുള്ളി പൊറുക്കി വേറെ വെക്കും. അപ്പോൾ അതിന് മിക്സിയിലിട്ട് തേങ്ങ അരക്കലാണ്. അങ്ങനെ ആകെ പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ മറിച്ചിടണം കേട്ടോ. അപ്പോൾ അങ്ങനെ പൊട്ടി വരികയാണെങ്കിൽ മറിച്ചിടണം. മറ്റാകെ പൊട്ടി ഒളിച്ചുകൊണ്ടേക്കാരം. ഇപ്പോൾ നല്ലോണം ഫുള്ളിലാക്കിയാണ്ട് തീ കത്തിക്കുക. സിമ്മിലൊന്നും ആക്കരുത്. അപ്പോൾ എണ്ണ നല്ലോണം കുടിക്കും.
ഇപ്പം ഇന്ന് 4 മണിക്കുള്ള ചായക്കുള്ള കടി കേട്ടോ. നല്ല മഴയുണ്ട്. കുറേ ദിവസമായി, ഒരു 2-3 മാസമായിട്ടോ ഉണ്ണിയപ്പം ചുട്ടിട്ട്. അപ്പം ഈ മൈദപ്പൊടിയൊക്കെ കൂട്ടേണ്ടവർക്ക് കൂട്ടാം. ഞാൻ വെറും ഇതാണ് അരിപ്പൊടി തന്നെ കൂട്ടിയിട്ടുള്ളൂ. വെള്ളം ഈറൊക്കെ അങ്ങനെയൊക്കെ എന്താണെങ്കിൽ അരിപ്പൊടിയും പിന്നെ മൈദപ്പൊടിയും കൂട്ടട്ടോ. ലേസൊക്കെ സോഫ്റ്റായ ഉണ്ണിയപ്പായിട്ടോ. നല്ല ആരെടുത്താട്ടോ. അപ്പം ഇനി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി.